നമസ്കാരം. നരേന്ദ്രമോദിയും അമിത്ഷായും ഏതെല്ലാം തന്ത്രങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരുക്കുന്നത് എന്ന് അവർക്കും അവരുടെ അണിയറ ശില്പികൾക്കും മാത്രമേ അറിയൂ. പരമ്പരാഗതമായ BJPയുടെ രാഷ്ട്രീയത്തെ കൈവെടിഞ്ഞുകൊണ്ട് കൃത്യമായ അജണ്ട സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മികവാണ് ഓരോ സംസ്ഥാനവും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ പ്രത്യേകതരം തന്ത്രം പ്രയോഗിക്കുമ്പോൾ അത് ഫലിക്കുന്നതും ഭരണം പിടിക്കുന്നതും. പശ്ചിമ ബംഗാൾ പോലെ ഒരു ഇടത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സംസ്ഥാനത്ത് സംഘപരിവാർ രാഷ്ട്രീയം ക്ലച്ച് പിടിക്കുമെന്ന് ഒരു പതിറ്റാണ്ട് മുമ്പ് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് CPIM അവിടെ അറ്റുപോയപ്പോൾ പകരം തൃണമൂൽ കോൺഗ്രസ് കടുത്ത സംഘവിരുദ്ധ രാഷ്ട്രീയം ഉയർത്തി വളർന്നു വന്നത്. എന്നാൽ ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ്? തൃണമൂൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഒലിച്ചുപോയി. മമതാ ബാനർജി പോലും തോറ്റുപോയി. ബംഗാളിൻ്റെ ഭരണം BJP പിടിച്ചു. ആം ആദ്മിയുടെ ഗുഡ് ഗവേണൻസ് രാഷ്ട്രീയത്തെ അട്ടിമറിക്കാൻ ആർക്കും കഴിയില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് മഹാഭൂരിപക്ഷത്തിൽ BJP അവിടം പിടിച്ചെടുക്കുന്നത്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും BJP തേരോട്ടം നടത്തി. എന്തിനേറെ ഇടതും വലതും സംയുക്തമായി ഒരു തരത്തിലും ഇവിടെ താമര വിരിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കേരളത്തിൽ ഒരു MP-യും 3 MLA-യും ഒരു കോർപ്പറേഷൻ മേയറും ഉണ്ടായിരിക്കുന്നു. അതാണ് മോദിയും അമിത്ഷായും ഒരുക്കുന്ന കൃത്യമായ രാഷ്ട്രീയ നീക്കം. കേരളത്തിൽ BJP വളരാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴി ക്രൈസ്തവ വിഭാഗത്തോട് ചെങ്ങാത്തം പുലർത്തുകയാണ്. അതിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പരമ്പരാഗത സംഘികൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാതിരുന്നിട്ടും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുത്തത്. മുനമ്പം വിഷയത്തിൽ BJPയുടെ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം നിലപാടുകളൊക്കെ എടുത്തതുകൊണ്ട് ക്രൈസ്തവർ കൂട്ടത്തോടെ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് ശഠിക്കുകയാണ് ചിലർ. ക്രൈസ്തവ വോട്ട് ബാങ്ക് പതിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂ. ഒറ്റയടിക്ക് BJPയെ പിന്തുണയ്ക്കണം എന്നത് പിടിവാശിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചിലർ ക്രൈസ്തവ ഔട്ട്റീച്ചിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. നവസംഘികൾ എന്ന് വിളിക്കാവുന്ന ഇക്കൂട്ടർ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കും. അവരെ പിന്തുണയ്ക്കാൻ കുറേ യൂട്യൂബർമാരുമുണ്ട്. നിർഭാഗ്യവശാൽ ആ നവസംഘികളുടെ കെണിയിൽ പരിണിതപ്രജ്ഞനായ ഹിന്ദു ആക്ടിവിസ്റ്റും മുൻ DGP-യുമായ TP സെൻകുമാറും വീണുപോയി. ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ TP സെൻകുമാർ. അദ്ദേഹം പോരാട്ട വീര്യമുള്ള ആളാണ് എന്ന് DGP കസേരയിൽ നടത്തിയ നിയമ പോരാട്ടം തെളിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വധർമ്മബോധം ഏതൊരു ഹിന്ദുവും ആദരവോടെ കാണേണ്ടതാണ്. അധികാര രാഷ്ട്രീയത്തോട് ലവലേശം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ നവസംഖ്യകളുടെ കെണിയിൽ അദ്ദേഹം വീണുപോയി. ഈ തെരഞ്ഞെടുപ്പ് മുതൽ സോഷ്യൽ മീഡിയ നവസംഖ്യകൾ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നതും ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും മറുനാടനെയാണ്. ഹിന്ദു വിശ്വാസത്തിനും ഹിന്ദു ധർമ്മത്തിനും ഒപ്പം സഞ്ചരിക്കുന്ന മാധ്യമപ്രവർത്തകനാണ്. ഹിന്ദു വിരുദ്ധ അജണ്ടകളെ തുറന്നു കാട്ടാൻ മുൻപിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകനാണ് എളിയവനായ ഞാനെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. എന്നാൽ ഞാൻ BJP-കാരനാണെന്നോ RSS-കാരനാണെന്നോ അവകാശപ്പെടുകയോ അവരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അതേ, ഞാൻ BJP-കാരനോ RSS-കാരനോ അല്ല. BJP-യോടും RSS-നോടും വെറുപ്പില്ല എന്ന ഒറ്റ കാരണത്താലാണ് എന്നെ സംഘിപ്പട്ടം ചാർത്തി തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര കമ്മ്യൂണിസ്റ്റുകളും അപമാനിക്കാൻ ശ്രമിക്കുന്നത്. അക്കൂട്ടരുടെ കൂട്ടത്തിൽ ചേരുകയാണ് ഈ നവസംഘികളും. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ കോൺഗ്രസിനൊപ്പം നിന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ നിഷ്പക്ഷ സമീപനമാണ് എടുത്തത്. എന്നാൽ ഇവർ പറയുന്നത് പോലെ BJPക്ക് 30 സീറ്റ് കിട്ടും, 10 സീറ്റ് കിട്ടും എന്നൊന്നും കള്ളം പറയാൻ ഞാൻ BJP ക്യാമ്പിൽ നിന്നും 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് മനസ്സുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അവർ എനിക്കെതിരെയുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുകയും ആ വെറുപ്പിൽ ചിലരെങ്കിലും വീണുപോവുകയും ചെയ്യുന്നു. ആ കെണിയിലാണ് ഡോക്ടർ TP സെൻകുമാറും വീണുപോയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ജാതിയും മതവുമാണ് നമ്മുടെ നാട്ടിൽ പദവികളുടെ അടിസ്ഥാനം, മതേതരത്വമൊക്കെ കാപട്യമാണ് എന്ന് മാത്രമാണ്. എൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മാത്യു കുഴനാടനും M വിൻസനും ക്രിസ്ത്യാനികളായതിനാൽ മന്ത്രിയായില്ല. അൻവർ സാദത്തും ഷാനിമുൾ ഉസ്മാനും മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിയായില്ല. VT ബൽറാം സവർണ ഹിന്ദു ആയതുകൊണ്ട് മന്ത്രിയായില്ല. VP സജീന്ദ്രൻ ദളിതനായതുകൊണ്ട് മന്ത്രിയായില്ല. OJ ജനീഷ് ഈഴവനായതുകൊണ്ട് മാത്രം മന്ത്രിയായി. ഇവരുടെയൊക്കെ ജാതി മതം മറ്റൊന്നായിരുന്നെങ്കിൽ സ്ഥിതി മറിച്ചാവുമായിരുന്നു. മതേതര പരിഷ്കൃത സമൂഹം എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെയൊക്കെ മന്ത്രിസ്ഥാന ലബ്ധിക്കും മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനും കാരണം ജാതി മാത്രമാണ് എന്നതാണ്. അല്ലാതെ ക്രൈസ്തവരായ കുറച്ചുപേർ മന്ത്രിയാവാത്തതിൽ ഒരു വിഷമവും എനിക്കില്ല.
എന്നാൽ ഇവരൊക്കെ വ്യാഖ്യാനിച്ചത് ക്രൈസ്തവരായ ചിലർ മന്ത്രിയാവാതെ പോയതിൻ്റെ വിഷമം കൊണ്ടാണെന്ന്. തൊട്ടു പിന്നാലെ TP സെൻകുമാർ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു. അതെ, 25% ഈഴവർക്കും മറ്റു OBC-കൾക്കും 3 മന്ത്രിയും ആകെ 32%, 18% ക്രിസ്ത്യാനിതിനെ 6 മന്ത്രിയും, നല്ല ബാലൻസിങ്. ഞാനതിന് മറുപടി ഇങ്ങനെ ഇട്ടു: ഈഴവ സമുദായ ആചാര്യൻ LDF-നും ആചാര്യയും ഉപാചാര്യനും BJP-ക്കുമാണ് പിന്തുണ കൊടുത്തത്. അതോട് UDF-ന് അധികം ഈഴവരെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും സാർ? ആ സ്ഥിതി ആദ്യം മാറട്ടെ. അതുപോലെയല്ല, ഭൂരിപക്ഷം ന്യൂനപക്ഷ വോട്ടും UDF-നായിരുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത് ഈഴവർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിയെന്നോ ക്രൈസ്തവർക്ക് കുറഞ്ഞു പോയെന്നോ അല്ല. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചുളുവിൽ അച്ചായന്മാരെല്ലാം അടിച്ചു മാറ്റി പേരുദോഷം മുസ്ലിമുകൾക്ക് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോലും ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മതപരമായ നേട്ടമുണ്ടായിരിക്കുന്ന ക്രൈസ്തവർക്കാണ്. നിയമസഭയിലെ MLA-മാരുടെ കാര്യത്തിലാണെങ്കിലും മന്ത്രിമാരുടെ എണ്ണത്തിലാണെങ്കിലും ക്രൈസ്തവർക്കാണ് അവർ അർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് 2 ക്രിസ്ത്യാനിക്ക് കൂടി മന്ത്രിയാവണം എന്ന ആഗ്രഹമേ എനിക്കില്ല. ഞാൻ പറഞ്ഞത് അവർ മന്ത്രിയാവാതെ പോയത് മതം കൊണ്ടാണ്, മറ്റൊരാൾ മന്ത്രിയായത് മതം കൊണ്ടാണ് എന്ന കേരളത്തിൻ്റെ ഒരു അവസ്ഥ മാത്രമാണ്. സെൻകുമാർ ഇങ്ങനെ എഴുതി: കണക്കുകൾ പറയുമ്പോൾ ഷാജിന് വളരെ പെട്ടെന്ന് പൊള്ളുന്നു. അതുകൊണ്ട് ഈഴവാചാര്യൻ എന്നൊക്കെ പറയുന്നത്, ഈഴവർക്കൊരാചാര്യൻ തൽക്കാലമുണ്ട്, അത് മതി. അദ്ദേഹം ഈഴവരുടെ മാത്രം ആചാര്യനല്ല, മുഴുവൻ ഹൈന്ദവരുടെയും മുഴുവൻ ജനതയുടെയും ആചാര്യനാണ്. പുതുതായി ആചാര്യന്മാരെ എടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നല്ലതാണ്, ഗുരുദേവനെക്കുറിച്ചാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നാൽ ഗുരുദേവനല്ല, താനാണ് ആചാര്യൻ എന്ന് വെള്ളാപ്പള്ളി വിശ്വസിക്കുകയും അതിന് TP സെൻകുമാറിനെ പോലുള്ളവർ കുടപിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് ഈഴവ സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം. ഈഴവ സമുദായത്തിന് 3 പ്രധാന നേതാക്കൾ. അത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം CPM-നൊപ്പമായിരുന്നു. മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഭാര്യയും BJP-ക്കൊപ്പമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയെ പരസ്യം ഇവർ പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ ഏറ്റവും കുറച്ച് ഈഴവ വോട്ടുകൾ കോൺഗ്രസിനാണ് കിട്ടിയത്. സ്വാഭാവികമായും കോൺഗ്രസ് ഈഴവ പ്രാതിനിധ്യത്തിൽ വെള്ളം കുടിക്കും. അതിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗിൽ ഹിന്ദു MLA-മാരുണ്ടാവണം, ഹിന്ദു മന്ത്രിമാരുണ്ടാവണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ കണക്കുകൾ പറയുമ്പോൾ എന്തിനാണ് അത്ര ബുദ്ധിമുട്ട്? 32% വരുന്ന പിന്നോക്ക വിഭാഗക്കാർ 3 മന്ത്രിമാരും 18% വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് 6 മന്ത്രിമാരും. അത് പോരാഞ്ഞിട്ട് വീണ്ടും 2 പേർക്ക് അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഷാജൻ സക്കറിയ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കണക്ക് പറഞ്ഞത്. അതിലെന്താണ് തെറ്റുള്ളത്? ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഷാജനോട് എനിക്ക് പറയാനുള്ള, സത്യം പറയുമ്പോൾ അത് ഒരാളെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കാതെ അതിന് കൃത്യമായ കണക്കുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി പറയാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട സെൻകുമാറിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. അങ്ങയുടെ പാർട്ടിയായ BJP-യാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇന്ത്യയിൽ കോടിക്കണക്കിന് മുസ്ലിമുകളുണ്ട്. എത്ര മുസ്ലിമുകൾ കേന്ദ്രമന്ത്രിസഭയിലുണ്ട്? ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ? ഇല്ല എന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. ഒരു മുസ്ലിമിനും മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ ഒരു പരാതിയും ഇല്ലാത്തയാളാണ് ഞാൻ. കാരണം BJP-ക്ക് മുസ്ലിമുകൾ വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യാത്തിടത്തോളം കാലം BJP-ക്ക് ഒരു മുസ്ലിമിനെയും മന്ത്രിയാക്കാൻ കഴിയില്ല. ഇതേ സാഹചര്യമാണ് ഇവിടെയും. ഈഴവർ BJP-ക്കോ CPM-നോ വോട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഈഴവ സമുദായത്തിൽ നിന്നും അർഹമായ പ്രാതിനിധ്യം വേണം എന്ന് പിടിവാശിയെടുക്കുന്നതിൽ എന്താണ് കാര്യം? വെള്ളാപ്പള്ളി നടേശനോ തുഷാർ വെള്ളാപ്പള്ളിയോ ഏതെങ്കിലും ഒരു SNDP നേതാവോ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പരസ്യമായി പറഞ്ഞത് അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാമോ? ഈഴവ സമുദായത്തിൻ്റെ നേതാവായിക്കൊണ്ടിരിക്കുന്ന അങ്ങ് BJP-കാരനല്ലേ? അത്തരമൊരു സാഹചര്യത്തിൽ ഈ കണക്കിന് എന്ത് പ്രസക്തി? അങ്ങ് പറയുന്ന ഭാഗം ശരിയാണ് എന്ന് പറയണമെങ്കിൽ BJP മുസ്ലിങ്ങളെ മന്ത്രിയാക്കുന്നില്ല എന്നത് തെറ്റാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങ് അതിനൊരുക്കമാണോ? ഞാൻ നീണ്ട സംവാദത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റക്കാര്യം മാത്രമേ ഈ വിവാദത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ക്രൈസ്തവ സമുദായവും മറുനാടൻ മലയാളിയും മോദിയെ ഇഷ്ടപ്പെടുന്നത് ഇക്കൂട്ടർക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ മോദിയെ കൂടി കുറ്റം പറയണം, BJP-യെ കൂടി കുറ്റം പറയണം. ക്രൈസ്തവ സമുദായം അവരുടെ ഭാഗമായി എന്നെ കൂട്ടാറില്ല. ഇന്നേ വരെ പള്ളികളുടെ ഒരു പരിപാടിയിലും എന്നെ ക്ഷണിച്ചിട്ടില്ല. അവരെന്നെ വിമതനായാണ് കണക്കാക്കുന്നത്. അതേസമയം ക്ഷേത്രങ്ങളിൽ ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ പോവാറുണ്ട്. ആ സത്യമൊക്കെ എൻ്റെ പേരുകൊണ്ട് TP സെൻകുമാർമാർ റദ്ദ് ചെയ്യുകയാണ്. ഞാൻ ഷാജൻ സ്കറി ആയതുകൊണ്ട് ഞാൻ നസ്രാണി രാഷ്ട്രീയത്തിൻ്റെ വക്താവാണെന്ന് അവർ പറയുന്നു. ഞാൻ അതുകൊണ്ട് മോദിയെ സ്നേഹിക്കാൻ പാടില്ല, മോദിയെക്കുറിച്ച് നല്ലത് പറയാൻ പാടില്ല, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു കൊണ്ടിരിക്കണം. ക്രൈസ്തവരും മുസ്ലിമുകളും പൂർണ്ണമായും BJP വിരുദ്ധരായാൽ മാത്രമേ ഇക്കൂട്ടർ വിചാരിക്കുന്ന ഹൈന്ദവ വർഗീയത അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ. കഴിഞ്ഞ കുറേ കാലമായി എനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ കാണുമ്പോൾ ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് പിടികിട്ടുന്നത്: ഞാൻ മോദിയെ വെറുക്കണം, മോദിയെ വിമർശിക്കണം. അതുകൊണ്ടാണ് ഞാൻ മോദി അനുകൂലിക്കുന്നത് തന്ത്രമാണെന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഭാരതത്തിന് മഹാഭാഗ്യമാണ് നരേന്ദ്രമോദി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJP-കാരനല്ലാതെ മോദിയെ ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റുന്നത് രാജ്യസ്നേഹമുള്ളതുകൊണ്ടാണ്. എൻ്റെ ഏറ്റവും വലിയ വികാരം എൻ്റെ രാജ്യമാണ്. എൻ്റെ രാജ്യത്തെ നേർവഴിക്ക് നയിക്കുന്ന ആളാണ് മോദി എന്ന വിശ്വാസമുള്ളതുകൊണ്ട് മോദിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എത്ര വെറുപ്പിക്കാൻ ശ്രമിച്ചാലും
നിങ്ങൾ എത്ര തെറി വിളിച്ചാലും, നിങ്ങൾ എത്ര കുരിശ് കൃഷിക്കാരൻ എന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്ര സുഡാപ്പി എന്ന് വിളിച്ചാലും ഞാൻ മോദിക്കൊപ്പമാണ്. BJPയെയും RSSനെയും തള്ളിപ്പറയാനോ വെറുക്കാനോ എന്നെ കിട്ടില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് വിജയിക്കാനും പോകുന്നില്ല.